ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചക്ക പായസമാണ്. ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് വരട്ടിയെടുത്ത് വെച്ച ചക്ക കൊണ്ടുള്ള പായസമാണ്. നേരത്തെ ഞാൻ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ വരട്ടി വെച്ചതില്ലെങ്കിൽ പഴുത്ത ചക്ക ചെറുതായി അരിഞ്ഞ് ശർക്കരപ്പാനിയും ചേർത്ത് വേവിച്ചെടുത്ത് നാളികേരപ്പാലൊക്കെ ചേർത്ത് പായസമാക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് വരട്ടി വെച്ച ഈ ചക്ക കൊണ്ട് എങ്ങനെയാണ് പായസം തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഈ ചക്ക വരട്ടിയത് കൊണ്ട് ചക്ക പായസം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചക്ക വരട്ടിയത് ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്ക നേരത്തെ വരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് നന്നായി വെന്തൊക്കെ ഇരിക്കുവാണ്. അപ്പോൾ അധികം നേരം ഇനി ഇങ്ങനെ ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ചക്ക വരട്ടിയത് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ഇതിങ്ങനെ വരണ്ടിരിക്കുകയാണല്ലോ. അപ്പം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കണം. ഇപ്പോൾ ഇത് നന്നായി അഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പീസസ് ഉണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ ഇട്ടതാണ്. എന്നാലും നമ്മൾ പായസം കഴിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് നാളികേരമൊക്കെ കുറവുള്ള സമയമാണ്, അല്ലെങ്കിൽ നാളികേരം വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം രണ്ടാം പാൽ ഒഴിച്ചതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് പശുവും പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. പക്ഷേ തിളപ്പിച്ച പശുവും പാലായിരിക്കണം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റ് 1-ാം പാൽ ഒഴിച്ചാൽ മതി. നാളികേരം കുറവുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നാളികേരപ്പാലിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പോൾ നന്നായി തിളച്ചു നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. അതിനുശേഷം 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1-ാം പാൽ ഞാൻ 1.25 കപ്പ് ഒഴിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെടുക്കുന്ന ചക്കവരട്ടിയുടെ ക്വാണ്ടിറ്റി എത്രയാണോ അതനുസരിച്ച് വേണം കേട്ടോ നാളികേരപ്പാൽ എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മധുരം ഒന്ന് നോക്കണം കേട്ടോ. നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് വിളയിച്ചെടുത്തതാണ്. എന്നാലും നമ്മളിപ്പോൾ നാളികേരപ്പാലൊക്കെ വീണ്ടും ഒഴിച്ചില്ലേ, അപ്പോൾ മധുരം കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് മധുരം ഒന്ന് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. മധുരം കുറച്ച് കുറവാട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ശർക്കരയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ചില ശർക്കരയ്ക്കൊക്കെ ഉപ്പുണ്ടാവും. ഈ ശർക്കരയ്ക്ക് കുഴപ്പമില്ല. അത് കാരണമാണ് ഞാൻ അല്പം ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. ആ ഷുഗർ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞതാണ്. ഒന്ന് നന്നായി ചൂടായി തിളയ്ക്കാൻ പോകുന്നെന്ന് കാണുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. തിളയ്ക്കാനുള്ള ഒരു പാകം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് അല്പം ഏലക്ക പൊടിച്ചതും കുറച്ച് ചുക്ക് പൊടിച്ചതും ഇട്ട് കൊടുക്കാം കേട്ടോ. ചുക്ക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട്, കിസ്മിസ്, കുറച്ച് നാളികേരക്കൊത്ത് അതും കൂടെ വറുത്ത് ഇതിലേക്കിടാം. ഇപ്പോൾ ഞാനൊരു ചെറിയ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി നന്നായി ഫ്രൈ ആയി. ഇനി നമുക്കത് എടുത്ത് മാറ്റാം. ഇനി ഇതിലേക്ക് നാളികേരക്കൊത്തിട്ട് കൊടുക്കാം.
ഇപ്പോൾ നാളികേരക്കൊത്തെല്ലാം നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് പായസത്തിലേക്ക് ഇടാം. ഈ നെയ്യോടുകൂടെ തന്നെ ഇത് ഇടാം കേട്ടോ. നമ്മൾ ചക്ക വരട്ടിയപ്പോൾ നെയ്യ് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിലേക്ക് അല്പം നെയ്യും കൂടെ വേണം. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചക്കപ്പായസം റെഡിയായി കേട്ടോ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചക്കയുടെ സീസണിൽ നമ്മൾ ഇത് വരട്ടിയെടുത്ത് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞാലും അതുകൊണ്ട് ഇതേപോലെ പായസം ഉണ്ടാക്കാം, ഉണ്ണിയപ്പം ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, പല പല വിഭവങ്ങൾ അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ചക്കയുള്ളവരൊക്കെ കുറേ വരട്ടി വെക്കണം. അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ജുലീനാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഇതൊക്കെ കാണണം, അവരും ഇത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.